വിദ്യാലയം 360യുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ് സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്? ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റും കഴിഞ്ഞു വരുന്നതാണ് എന്ത്? സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്. ഇപ്പം നമുക്കറിയാം, തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ കുട്ടികൾ 16-ന് മുന്നേ ഫീസ് അടച്ച് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ സ്പോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻസ് പുതിയതായിട്ട് വെക്കണം. ഇപ്പോൾ LBSൽ സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് അപ്ഡേറ്റ്സ് വരുമ്പം നിങ്ങൾക്ക് LBSൽ അറിയാൻ പറ്റും. അപ്പോൾ LBSൻ്റെ സൈറ്റിൽ കയറി നിങ്ങൾക്കതിൻ്റെ ഓപ്ഷൻസ് വെക്കാൻ പറ്റും. ഇപ്പോൾ അലോട്ട്മെൻറ്റിൽ കിട്ടിയ കുട്ടികൾക്കാണെങ്കിലും കിട്ടാത്ത കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻസ് വെക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഏത് കോളേജിലാണോ ജോയിൻ ചെയ്ത് അവിടെ നിന്നും പ്രിൻസിപ്പളിൻ്റെ കയ്യിൽ നിന്നും നിങ്ങളൊരു NOC വാങ്ങേണ്ടതുണ്ട്. ആ NOC വാങ്ങുകയാണെങ്കിൽ മാത്രമേ സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റൂ. നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കുമ്പം നിങ്ങൾ സീറ്റ് അവൈലബിലിറ്റി ഉള്ള കോളേജ് മാത്രം നോക്കി വേണം ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് സീറ്റ് അവൈലബിലിറ്റി മാത്രമല്ല, അതുപോലെ തന്നെയാണ് കാറ്റഗറിയും നോക്കേണ്ടതുണ്ട്. ഇപ്പം ജനറൽ കാറ്റഗറിയിലുള്ളൊരു കുട്ടി SC അല്ലെങ്കിൽ ST കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ളൊരു സീറ്റിൽ ഓപ്ഷൻസ് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടില്ലല്ലോ. അപ്പോൾ അതുപോലെ ഓപ്ഷൻസ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്നത് ഒരു വേക്കൻറ്റ് സീറ്റ് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ വേക്കൻറ്റ് സീറ്റ് കണ്ടുപിടിക്കുന്നത്? അതിന് അഡ്മിഷൻ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ ശേഷം എത്രത്തോളം സീറ്റ് വേക്കൻ്റ് ആണെന്നുള്ളൊരു ലിസ്റ്റ് വരും. ആ ലിസ്റ്റ് അനുസരിച്ച് നിങ്ങളുടെ കാറ്റഗറി കൂടി നോക്കിയ ശേഷം മാത്രമേ നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ NOCയുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് രജിസ്ട്രേഷൻ ജസ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സീറ്റിൻ്റെ അവൈലബിലിറ്റി ഉണ്ടോ, അതുപോലെ തന്നെ അതിൽ എത്രത്തോളം വേക്കൻസി സീറ്റുകളുണ്ട്, കാറ്റഗറി ഏതാണ്, ഇതെല്ലാം നോക്കി വേണം ഓപ്ഷൻസ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ LBSലെ സീറ്റ് വേക്കൻസി വരുന്നതിനനുസരിച്ച് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതുവരെ കിട്ടാത്ത കുട്ടികളുണ്ടെങ്കിൽ ആരും ഇതുകൊണ്ട് വിഷമിക്കേണ്ട. നിങ്ങൾക്ക് നല്ല മാർക്കുണ്ടെങ്കിൽ ഉറപ്പായും കിട്ടും. കാരണം ഇപ്പോൾ LBSൽ അപ്ലൈ ചെയ്ത് അവർക്ക് ആർക്കെങ്കിലും കിട്ടിയവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ പല സ്ഥലങ്ങളിൽ പലയിടത്തായിട്ട് എന്തെങ്കിലും വേക്കൻസികളോ കാര്യങ്ങളോ വരുമ്പോൾ അങ്ങോട്ടേക്ക് മാറുമ്പം ഇവിടെ വേക്കൻ്റായിട്ട് വരുന്ന സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് സാധ്യത വരുന്നുണ്ട്. അപ്പം ഇതിനനുസരിച്ച് ഓരോ വേക്കൻസി വരുന്നതിനനുസരിച്ചിട്ടും സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് വ്യക്തമായിട്ടും എന്ത് ചെയ്യണം, നിങ്ങളതിനകത്ത് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ സീറ്റ് അവൈലബിലിറ്റി ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഏത് കാറ്റഗറിക്ക് വേണ്ടിയിട്ടാണ് ആ വേക്കൻറ്റ് സീറ്റ് ഉള്ളത് എന്നും ചെക്ക് ചെയ്തിട്ട് വേണം ഓപ്ഷൻസ് കൊടുക്കാൻ. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ LBSൻ്റെ അടുത്ത അപ്ഡേഷനുമായി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.